അച്ഛനിങ്ങ് വന്നല്ലോ. ഇവിടെ എവിടെ പോയി കിടക്കുക? നീ ചിന്നമ്മേ, നീ അച്ഛനിങ്ങ് വന്നു. നീ എവിടെയാ? വന്നാട് അച്ഛോ, വന്നാട്. എന്റെ ദൈവം, എല്ലാ അഴുക്കായി കിടന്നു. എന്നോട് തോമാച്ച വിശേഷങ്ങളൊക്കെ. ഓ, എന്താ പറയാനാ അച്ഛോ, ഇങ്ങനെ സന്തോഷമായിട്ടൊക്കെ അങ്ങ് കഴിയുന്നു. പിന്നെ ഇതാണ് വിശേഷം. അച്ഛൻ അറിഞ്ഞല്ലോ. എന്തായാലും ദൈവം തമ്പുരാൻ ഇത്രയൊക്കെ നടത്തി മോനൊന്ന് പോകാനുള്ള ഒരു സാഹചര്യം കിട്ടി. എല്ലാം ദൈവം നടത്തുന്നു. വിഷമിക്കുന്നു. അമ്മച്ചിയുടെ മുഖത്തൊരു വിഷമം. എന്തോ പറയാനാ അച്ചു, കുറച്ച് ദിവസമായിട്ട് അവക്ക് ഇങ്ങനെയാ. അതെങ്ങനെയാ? ആണും പെണ്ണുമായിട്ട് ഒരു മോനല്ലേ ഉള്ളൂ. അവൻ ആ ദൈവം സഹായിച്ച് അങ്ങ് ദൂരോട്ട് പോകുന്നത്. അതിന്റെ വിഷമം ആ അവക്ക്. സാരമില്ല അമ്മച്ചി, നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടും വിഷമമൊക്കെ മാറും. പിന്നെ തോമാച്ച വസ്തു വിൽക്കുന്നു കേട്ടല്ലോ. ആ ശരിയാ അച്ചു. ആ ശവക്കോട്ടയുടെ കിഴക്കുവശത്ത് ഉണ്ടായിരുന്ന ആ പറമ്പ് ഞാനും കൊടുത്തു. ആ എല്ലാം ദൈവം നടത്തിക്കോളും. മോനിപ്പോ അങ്ങോട്ട് പോവല്ലേ? അവനിവിടെ ഉണ്ടായിരുന്നു. മോനെ റെജിയെ, ഞാൻ നിന്നെ നാണ്ട് അച്ഛൻ വിളിക്കുന്നു, ഇങ്ങോട്ട് വന്നാട്ടെ. ചോ, ഞാനുണ്ടോ? നാളെ എപ്പോഴാണ് പോകുന്നത്? നാളെ ഉച്ച കഴിഞ്ഞ് എയർ ഇന്ത്യക്കുള്ള ഫ്ലൈറ്റിനാണ് പോകേണ്ടത്. രാവിലെ ഇവിടെ ഇറങ്ങണം. നീ പോകുന്നതായിട്ട് കൊള്ളാം. പള്ളിയിലും പ്രാർത്ഥനയ്ക്കൊക്കെ പറ്റുമെങ്കിൽ നീ പോകണം. പണവും പ്രതാപവും ഒക്കെ വരുമ്പോൾ നിന്റെ ദൈവത്തെ നീ മറക്കരുത്. പ്രത്യേകിച്ച് നിന്നെ വളർത്തി വലുതാക്കി മാതാപിതാക്കൾ. ഇല്ല കേട്ടോ? നമുക്കൊരു പ്രാർത്ഥിക്കാം. ശരി അച്ഛൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, വീണ്ടും ഈ എളിയ ഭവനത്തിലേക്ക് കടന്നു വന്നു എൻ്റെ മക്കളെ കാണാൻ കിട്ടിയ അവസരത്തിനായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. എൻ്റെ മകൻ നാളെ യാത്രയ്ക്കൊക്കെ പുറപ്പെടുവാണ് കർത്താവേ. നിന്റെ മകന്റെ യാത്രയിലൊക്കെ കൂടിയിരിക്കണമേ കർത്താവെ. കൂട്ടായ്മ ദാസ്യം ഇന്ത്യ നിന്റെ കരങ്ങൾ കൊടുത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. നിന്റെ മകളെ നീ അനുഗ്രഹിക്കുന്നു. അമ്മച്ചാനെ അമ്മച്ചിയെ നിന്റെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്നു. മാനവും ബോധത്തിലും നൽകുന്നു. സകലവും യേശുവിന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപയോടെ കെട്ടിത്തുണ്ടാകണമേ. ആമേൻ. ഇനി 2 വർഷമായി ഇവിടെ വന്നിട്ട് ഇനി ഈ ശമ്പളത്തിന്റെ വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഞാനിന്നലെ അവരെ കണ്ടിരുന്നു. അദ്ദേഹത്തിനോട് പാർട്ട്ണർഷിപ്പിൽ ഒരു ബിസിനസ് തുടങ്ങുന്നതിനെ സംസാരിച്ചു. അദ്ദേഹത്തിന് താല്പര്യമാണ്. എന്തോ അതിന്റെ അഭിപ്രായം? അത് നല്ല പരിപാടിയാ. ഓ, 15 വർഷം എത്ര പെട്ടെന്നങ്ങ് പോയി. ജോർജ്, ആ ടെൻഡറിന്റെ കാര്യം എന്തോ ആയി? സർ, ഫയൽ റെഡിയാണ്. നാളത്തെ ശരിയാണല്ലോ? ആണ് സർ.
സാറേ ഒരു കാര്യം പറയാനുണ്ട്. ഇന്നലെ ഞാൻ നാട്ടിൽ വിളിച്ചപ്പോ എന്റെ ഭാര്യ പറഞ്ഞു സാറിന്റെ അപ്പച്ചന് സുഖമില്ലാതെ ആശുപത്രിയിലാണെന്ന്. 10-15 വർഷമായില്ലേ സാറേ, ഇനിയെങ്കിലും പോയി എല്ലാരെയൊക്കെ ഒന്ന് കണ്ടുകൂടെ? ജോർജ് ഞാൻ എന്റെ ഓഫീസിന്റെ കാര്യങ്ങൾ മാത്രമേ ഏൽപ്പിച്ചിട്ടുള്ളൂ. എന്റെ പേഴ്സണൽ കാര്യങ്ങൾ ഇന്റർഫിയർ ചെയ്യല്ലേ. സോറി സാർ. സാർ ഈ ടെൻഡറിന്റെ ഫയൽ വണ്ടിയിലോട്ട് വെച്ചത്. ഓക്കെ സാർ. മോനെ ടർക്കിങ് എടുത്തടാ. ഓ ഈ പപ്പയുടെ ഒരു കാര്യം കുളിക്കാൻ പോകുമ്പോഴേക്കും ഒന്ന് എടുത്തോണ്ട് പോട്ടെ. ഓ നിനക്കങ്ങ് ഓർമ്മ കൂടുതലോ? എന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ഇങ്ങോട്ട് കിട്ടട്ടെ. ആടാന്ന് പറയുമ്പോ ചേനാന്നാ കേൾക്കുന്നത്. എന്റെ പപ്പ നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ ആകെ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പിന്നെ ബിൽ ഗേറ്റ്സ് പുള്ളിക്കാരൻ അത്ര വലിയ പഠിപ്പൊന്നുമില്ല. പിന്നെ എന്റെ പപ്പ 10ാം ക്ലാസ്സിലും ഗുസ്തി. മതിയല്ല ഓടാ. അപ്പന് വെറുതെ ഇപ്പടി ഇരിക്കണം. മമ്മി ഇത് കണ്ട മമ്മി പപ്പ കാണിച്ചു തരാം. ഇന്ന് അവർക്ക് മേടിച്ചോണ്ട് വരാന്ന് പറഞ്ഞ സാധനം മേടിച്ചോണ്ട് വന്നില്ല. ശരിയാടാ മോനെ, പപ്പ ഈയിടെയായിട്ട് എന്തൊക്കെയോ ചിന്തകളുമായിട്ടാണ് നടക്കുന്നത്. എന്താണെന്ന് അറിയത്തില്ല, ഈയിടെയായിട്ട് ഭയങ്കര മറവിയാ. നാട്ടിൽ നിന്ന് ഷിബു വിളിച്ചിരുന്നു. അപ്പച്ചൻ ആശുപത്രിയിലാന്ന് പറഞ്ഞു. അതിനെന്തോ പ്രായമാകുമ്പോൾ അസുഖമൊക്കെ വരും, അതങ്ങനെയൊക്കെ തന്നെ. നിങ്ങൾ വേണേ കഴിക്കും. പപ്പ ഞങ്ങൾ ഇതുവരെ നാട്ടിൽ കൊണ്ടുപോയിട്ടില്ലല്ലോ. ഞങ്ങൾ എത്ര നാളായിട്ട് പറയാം അപ്പച്ചൻ അമ്മച്ചെ കാണാൻ കൊതിയാവുന്നെന്ന്. സ്കൂളിൽ നിന്നൊക്കെ പിള്ളേർ വെക്കേഷന് പോയിട്ട് വരുമ്പോൾ ചോദിക്കാൻ നിങ്ങൾക്ക് നാട്ടിൽ ആരുമില്ല എന്ന്. ഹലോ, അല്ലല്ലോ, ഞാൻ കൊടുക്കാം. ഒരു മിനിറ്റ്. ആരെന്നാ അറിയില്ല. ഹലോ എന്താ ഷിബു? മിന്നി ഈ അപ്പച്ചൻ പോയടി, നിങ്ങൾ നാട്ടിൽ പോകണമല്ലോ. എന്റെ പൊന്നു മനുഷ്യ, നാളെ വലിയ കമ്പനിയുടെ ടെൻഡർ ഉള്ളതാ. 10 പൈസ കൈ വരുന്ന കാര്യമാ. അപ്പച്ചൻ പ്രായമായി പോയി. പപ്പയോട് ഞാൻ എത്ര വട്ടം പറഞ്ഞത് പപ്പ ആ അപ്പച്ചനും അമ്മച്ചെ എന്ന് പോയി കാണാമെന്ന്. ആ സമയത്തൊക്കെ ഈ മമ്മി പറയുന്ന കേട്ടോണ്ട് മാത്രമല്ല പപ്പ പപ്പയുടെ ജീവിതം തകർന്നത്. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഹലോ ഹലോ, ആ അച്ഛാ, പാർട്ടിക്ക് പോകണ്ടേ? മറന്നിട്ടില്ലല്ലോ. ആ ഞങ്ങൾ റെഡിയാ ഇവിടെ. ഇല്ല മറന്നിട്ടില്ല, ഞാൻ വരുവാ. ഇവിടെ ആയിരുന്നു, ഞാൻ വരുവാ. ഓക്കെ. വലിയ സംഭവമല്ലേ? പക്ഷേ അവരൊന്ന് മർത്തമക്കാരാണ്. മർത്തമക്കാരാണെന്നാ പറയുന്നത്.
വലിയ സംഭവമായി. ഇപ്പം ഇന്നലെ രാത്രി അങ്ങോട്ട് കമ്പനിയുടെ കണ്ടത് വലിയ പാർട്ടി കഴിഞ്ഞ് വരുന്ന സമയത്താണ് ഇത് സംഭവിച്ചത്. ഒരു അറബിയുടെ വണ്ടി അങ്ങോട്ട് ഇടിച്ചതെന്നാണ് പറഞ്ഞത്. കാരണം ആ സമയം തന്നെ ആ അറബിയുടെ 2 മക്കളും ഭാര്യയൊക്കെ നഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ ഈ മലയാളിയുടെയും ഭാര്യയും കുഞ്ഞുങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഭയങ്കര ആക്സിഡൻ്റ് ആയിപ്പോയി, വലിയ സംഭവമായിപ്പോയി. ഇത് ശത്രുക്കൾക്ക് പോലും ഇത് വരുത്തരുതെന്നാണ് നമ്മുടെ ഒരു പ്രാർത്ഥന. വലിയ സംഭവമായിപ്പോയി. എന്ത് ചെയ്യും? അവരെ എങ്ങനെ കയറ്റിവിടുന്നത്? എങ്ങനെ അവരെ കയറ്റിവിടുന്ന എങ്ങാണ്ട് സംഘടനകളൊക്കെ ഏതാണ്ടൊക്കെ തീരുമാനം എടുത്തിട്ടുണ്ട്. അവർ കോട്ടയത്തുകാരാണെന്നാണ് പറയുന്നത് സ്വാമി. അത് ഉടനെ തന്നെ സംഘടനകളൊക്കെ കൂടെ തീരുമാനിച്ച് ഉടനെ തന്നെ കയറ്റിവിടണമെന്നാണ് പറയുന്നത്. പത്ത് പൈസ കൈ വരുന്ന കാര്യമാണ്. അപ്പച്ചൻ പ്രായമായി പോയി. ഈ മമ്മി പറയുന്ന കേട്ടോണ്ട് മാത്രമല്ല പപ്പ പപ്പയുടെ ജീവിതം തകർന്നു. സമയമാ Thank you.